ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ലുലുമാളിൽ വന്നിരിക്കുകയാണ്. വന്നപാടെ ഞാൻ വാഷ്റൂമിൽ പോയി ഒരു സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ എസ്കലേറ്റർ കയറി വന്നപ്പോഴേക്ക് ധോണി ഒരു പെണ്ണിൻ്റെ കൂടെ നിന്ന് പിന്നെ PVR ലുലുവിൽ കയറി ഒരു സിനിമ കാണാനാണ് വന്നത്. ഒരു മാറ്റവും ഇല്ലാതെ എന്നത്തെയും പോലെ താമസിച്ചാണ് സിനിമ ഇട്ടത്. ധനുഷിന്റെ തേരെ ഇഷ്കുമേയും കാണാനാണ് വന്നത്. സിനിമയെക്കുറിച്ച് പിന്നീട് പറയാം. ഇന്റർവെല്ലായപ്പോൾ ഒരു പോപ്കോൺ വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും രാശിമേക്ക് എരിക്കുവാണെന്ന് പറഞ്ഞ് അനിരുദ്ധ ഒരു സെവനപ്പ് ഇട്ട് കൊടുക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ സിനിമ കണ്ട് പുറത്തിറങ്ങി മൊത്തം തിരക്കായി. അൽബേക്കിന്റെ ഒറിജിനൽ ഔട്ട്ലെറ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇവിടെ ദാഹിച്ചപ്പോൾ മോസി പോയിട്ട് ഒരു അബിൾ മിൽക്ക് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും ഇവിടെ സ്കൂൾ പിള്ളേരൊക്കെ എവിടെ നിന്നോ ടൂർ വന്നതാണ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ടെക്നോ പാർക്ക് ഫേസ് 3 സ്കൂൾ തുറക്കുവാണെന്ന്. ഇതെന്ത് മറിമായം? ഓലകുടി മാറാത്ത കുട്ടികളുടെ വരെ കല്യാണം കഴിഞ്ഞു കൊടുക്കും. നീ ഇങ്ങനെ മൂത്ത് അരച്ച് ചാവ് തന്നെയുള്ളൂ. പിള്ളേരെന്തേലും ചെയ്തിട്ട് ഞാൻ പിന്നെ ഫ്രൂട്ട്സ് അബിൾ മിൽക്കും കുടിച്ചിട്ട് നേരെ കഴക്കൂട്ടത്തുള്ള മന്തി കിങ്ങിൽ വന്ന് മന്തി കഴിക്കാനായിട്ട്. ഇതിന്റെ ഇടയിൽ തേരെ ഇഷ്കുമേന്റെ റിവ്യൂ ഞാൻ പറയാം. 3 മണിക്കൂർ ഒരു മാനം കെട്ട ലവ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നവന്മാർ. അങ്ങനെ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്ത് 2 പ്രാവശ്യം കഴിച്ചതിന്റെ സുഖം ഈ പ്രാവശ്യം കിട്ടിയില്ല ഗൈസ്. പോര മന്തി. അങ്ങനെ കഴിച്ചിട്ട് നേരെ ഹാർബറിലേക്ക് വന്നപ്പോഴും തുരുതുര ഹെലികോപ്റ്റർ കാക്ക പറക്കണ പോലെ പറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് റോളക്സിന്റെ ക്ലൈമാക്സ് എടുത്തത്. അപ്പോഴേക്കും ഫ്യൂച്ചർ റൊണാൾഡോയും മെസ്സിയൊക്കെ ഇവിടെ കണ്ടത്തിൽ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ തിരിച്ച് വീട്ടിൽ പോയപ്പോഴേക്കും ചില്ലറ ഹെലികോപ്റ്റർ ഒന്നുമല്ല പറന്ന് നടക്കുന്ന വരിയായിട്ട് പോകുന്നുണ്ട് ഉറുമ്പുകളെ പോലെ. അത് കഴിഞ്ഞ് നേരെ ജംഗ്ഷനിൽ മുടിവെട്ടാൻ പോയി. ആഹാ, നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ ഗൈസ്. പിന്നെ ഫാമിലി ആയിട്ട് പെനിയിൽ ഐസ്ക്രീം കുടിക്കാൻ വന്നു. ഇവനെ കൊണ്ട് അല്ലെ ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ് ഗൈസ്. ഐസ്ക്രീം കുടിച്ച് മത്ത് പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാളെ വരാം.